നമസ്കാരം. കാണാതെ പോവരുതാത്ത ഒരു ക്രൂരതയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വാർത്താ വിശകലന വീഡിയോയിൽ ആദ്യം തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത് നീതികേടാണ്, കൊലപാതകമാണ്, സമാനതകളില്ലാത്ത ക്രൂരതയാണ്. 3 ദിവസം നീണ്ടു നിന്ന ക്രൂരമായിട്ടുള്ള മർദ്ദന മുറകൾക്ക് ശേഷമാണ് ആ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പില്ല ആത്മഹത്യയാണോ എന്ന്. എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. അത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളാണ്. ഇന്നലെ വൈകിട്ട് കിടക്കാൻ നേരം കുട്ടിയുടെ അമ്മ പറയുന്ന കുറേയധികം കാര്യങ്ങൾ ഞാൻ കേട്ടു. ഭയങ്കര വിഷമമായി പോയി. ഞാൻ എൻ്റെ അമ്മയെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. കുട്ടി കോളേജിൽ പഠിക്കുന്നു, ഹോസ്റ്റലിൽ നിൽക്കുന്നു, അവനിടയ്ക്ക് വീട്ടിൽ വരും. അവനൊരു തവണ വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് അമ്മ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അപ്പോൾ തിരിച്ച് വിളിച്ചു. അമ്മയ്ക്ക് വിവരമൊന്നും അറിയില്ല, കുട്ടി എവിടെയാണെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് വിളിച്ചപ്പം അവൻ ഹോസ്റ്റലിൽ ഉണ്ട് എന്ന് പറയുന്നു. അവനൊന്നും മിണ്ടുന്നില്ല. അപ്പം അമ്മ എന്തോ ഒരു സംഘർഷത്തിൽ കൂടെയാണ് പോയത്. കേരളത്തിൽ അതിക്രൂരമായ റാഗിങ്ങിനിരയായി ഒരു വിദ്യാർത്ഥിക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു. ക്രൂരത എന്ന വാക്കിനും അപ്പുറമാണ് നടന്നത്. 3 ദിവസം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥിനെ. അതിക്രൂരമായി മർദ്ദിച്ചു. തലയിലും ശരീരത്തിലും മർദ്ദനമേൽക്കാത്ത ഇടങ്ങളില്ല. ചവിട്ടിയതിന്റെ പാടുകളാണ് ദേഹം മുഴുവൻ. ബെൽറ്റ് കൊണ്ടടിച്ചു, കഴുത്തിൽ ഞെരിച്ചു. സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുന്നു അവർ ആത്മഹത്യ ചെയ്തതല്ല, കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. കോഴിക്കോട് നിന്ന് ഒരു 2 മണിക്കുള്ള ട്രെയിൻ കിട്ടിയിട്ടില്ല, 6:30 ട്രെയിനിൽ കയറാം എങ്കിൽ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടിരിക്കുക, വീട്ടിൽ റൂമിൽ ഇരുന്നാൽ മതി. അടുത്തൊരു അവിടുന്ന് കയറി ഏകദേശം ഒരു 3-4 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. അപ്പം ഫോണിൽ ചാർജില്ല. 6:30 ട്രെയിൻ കിട്ടി, സീറ്റ് കിട്ടിയെന്നത്. അങ്ങനെ ഞാൻ ഒരു 3:30-4 മണിയായപ്പോൾ വിളിച്ചു നോക്കി. എത്തിയിട്ട് എവിടെ എത്തുമെന്ന് ഞാൻ ചോദിച്ചത്. അത് ഞാൻ തിരികെ പോകുന്നമ്മ, ഞാൻ തിരികെ ട്രെയിനിൽ കയറി, എനിക്കൊരു അത്യാവശ്യം ഒരു പേപ്പർ കൊടുക്കാണ്ട്. അപ്പം ഞാൻ ആര് വിളിച്ചു, അത് റഹാൻ വിളിച്ചിരുന്നു, പേപ്പർ ഒന്ന് കൊടുക്കണം, എൻ്റെ കയ്യിലായിപ്പോയി, ഓഫീസിൽ നിന്ന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. മകനെ തിരിച്ചു വിളിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, അവൻ്റെ കുടുംബം, അവൻ്റെ പ്രതീക്ഷകൾ, അങ്ങനെയുള്ള ഒരാളെയാണ് ക്രൂരമായിട്ട് മർദ്ദിച്ച് ഇല്ലാതാക്കിയത്. ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷമാണ് മർദ്ദിച്ച് ഇല്ലാതാക്കിയത് എന്നുള്ള വാർത്തകൾ വരുന്നു. 100 ആളുകൾ കാണെ ഒരാളെ ക്രൂരമായിട്ട് മർദ്ദിച്ച് വിവസ്ത്രനാക്കി മർദ്ദിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വലിയ ക്രൂരതയാണ്. ഇതൊരു വലിയ നീതികേടാണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതികൾക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അത് ഉറപ്പാക്കേണ്ടത് ഇവിടെയുള്ള സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. SFIയുടെ യൂണിറ്റ് ചെയർമാൻ, സെക്രട്ടറി അവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെ പ്രാതിനിധ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു പാർട്ടി തന്നെ മാതൃകാപരമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതാണ്. പിന്നെ ഈ SFI പാർട്ടിയെ കുറിച്ചിട്ട് മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും വലിയ തെരുവിളികളുമായിട്ട് കുട്ടിക്കൂട്ടം ഓടിയെടുക്കാറുണ്ട്. എന്നാലും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. SFIയുടെ പാർട്ടിയിലെ അംഗത്വം എന്ന് പറയുന്നത് ഭയങ്കര വലിയ വിരോധാഭാസമാണ്. ഒരു 50% ഈ മർദ്ദനമൊക്കെ നടത്താൻ താല്പര്യപ്പെടുന്ന അത്തരത്തിൽ മനോഭാവമുള്ള ആളുകൾ ഉൾപ്പെടുന്നു. ഒരു 30% ഒരു നിലപാടുമില്ലാത്ത വെറുതെ ഷോ ഓഫിന് വരുന്ന ഒരു കൂട്ടം ആളുകൾ, 20% കുറച്ച് നിലപാടൊക്കെ ഉള്ള, കുറച്ച് ആർജവമുള്ള, ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉള്ള കുറച്ചധികം വിദ്യാർത്ഥികൾ. ഈ 20%-ഓളം വരുന്ന അംഗങ്ങളുടെ വർത്തമാനങ്ങളാണ് നമ്മളെപ്പോഴും പൊലിപ്പിച്ചിങ്ങനെ കേൾക്കുന്നത്. ഒരു മാധ്യമം, ഏതെങ്കിലും ഒരു ചാനൽ കോളേജിലേക്ക് ഒരു മൈക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡയലോഗ് അടിക്കാനായിട്ട് ഈ 20%-ൽപ്പെട്ട ആരെങ്കിലുമൊക്കെ വരും. ബാക്കിയുള്ള 80% എണ്ണവും ഒരു വിവരമില്ലാത്ത, ബോധമില്ലാത്ത, ക്രൂര മനോഗതിയുള്ള ആളുകളായിരിക്കും. എന്നിട്ട് ആ ഒരു 80%-ന്റെ ക്രൂരതകൾ വരുന്ന സമയത്ത് ഈ ആർജവമുള്ള, ന്യൂനപക്ഷ പീഡനങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന, സംഘപരിവാർ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്ന, പലസ്തീൻ പോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ ഒച്ചത്തിൽ സംസാരിക്കുന്ന ആ 20% ആളുകളുണ്ടല്ലോ, അവർ മിണ്ടാതിരിക്കും. അവർ മാളത്തിൽ കയറി ഒളിക്കും. എവിടെ പോയിടെ നിന്റെയൊക്കെ ലെഫ്റ്റ് പൊളിറ്റിക്സ്, ആർജവം എന്ന് പറയുന്ന സാധനം? ഒന്നുമില്ല. ഇതൊക്കെ വെറും പ്രഹസനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർഷോ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അയാളുടെ തന്നെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് നമ്മൾ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്കൊന്നും നാക്കില്ല. SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതിൻ്റെ അംഗത്വം എന്ന് പറയുന്നത് കുറച്ച് പിള്ളേരെന്തോ മാസ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നിലയിലേക്ക് തറയായിട്ട് പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ആൾക്കൂട്ട വിചാരണ, ഇവന്മാരുടെ ആ ഒരു റോന്ത് ചുറ്റൽ, ഗുണ്ടാപിരിവ്, ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന സംഗതികളല്ല. ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ സിദ്ധാർത്ഥൻ കക്ഷിയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ള ഒരു കണ്ടെത്തലാണ്, വിവരമാണ് നമുക്ക് കോളേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ കണ്ടക്ട് ചെയ്തു. അവനും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അവൻ സീനിയർ കുട്ടികളുമായിട്ട്, പെൺകുട്ടികളായിട്ടോ ആൺകുട്ടികളായിട്ടോ എല്ലാം മിങ്കിൾ ചെയ്തു. അതിൽ കുട്ടികളായിട്ട് ഡാൻസ് കളിച്ചു എന്നാണ് പൊതുവെ
പെൺകുട്ടികൾ എന്നെ വിളിച്ച് പറഞ്ഞ പെൺകുട്ടികളൊക്കെ പറയുന്നത് അവ ഏതോ പെൺകുട്ടികളായിട്ട് കയ്യിലൊക്കെ പിടിച്ച് ഡാൻസ് കളിച്ചു. അത് ഈ സീനിയേഴ്സ് അയച്ചായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇഷ്യൂ നടന്നതെന്ന് പിന്നെ അറിയാൻ കഴിഞ്ഞു. പ്രധാനമായും വാലന്റൈൻസ് ഡേ ആഘോഷത്തിന് തൊട്ടടുത്ത ദിവസം സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോയി. പക്ഷേ സിദ്ധാർത്ഥനെ വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളിൽ ചിലർ വീണ്ടും കോളേജിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷമായിരുന്നു ആൾക്കൂട്ട വിചാരണയും ക്രൂരമായ റാഗിങ്ങും മർദ്ദനവും എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഒന്നും ഒരു റിപ്ലൈ ഒന്നുമില്ല. ഞാൻ കുറേ ടൈം വിളിച്ചൊരു 10 മണിയൊക്കെ ഇപ്പോൾ അക്ഷയനെ വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങനെ സിദ്ധു എത്തിയായിരുന്നു, എത്തിയെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയടാന്ന് പറഞ്ഞു. ആൻറ്റി എത്തി ഇവിടെ കിടക്കുന്നു, ഞാൻ വിളിക്കാൻ പറയാം. സിദ്ധുവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ എത്തി കിടക്കായിരുന്നു അമ്മ, ഒക്കെ വിളിക്കാം, ഞാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്തിട്ട് എന്നേ, അപ്പോൾ എന്നാ കിടന്നോ കുഴപ്പമില്ല. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു നെയ്യാറ്റിൻകര, അതിനൂടെ പങ്കെടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു അതിൻ്റെ ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എന്തെങ്കിലും ആയിരിക്കുമോ ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാനൊരു ദിവസം ചോദിച്ചു, ആ കുട്ടി വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കായിരുന്നല്ലേ. അപ്പോൾ പറയുന്നു അതൊക്കെ ഒന്ന് വിടമ്മ, എന്തോ അവൊന്നും പറയുന്നില്ല ഫോണിൽ കൂടെ. ഇപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എത്തിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, മനുഷ്യത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തണം. അതേപോലെ തന്നെ ബാക്കിയുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ, അവിടെ ആ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുള്ള കോളേജിലെ ആൾക്കാരുണ്ടല്ലോ, അവന്മാരുടെയൊക്കെ നാക്കിറങ്ങിപ്പോയോ. അവന്മാരൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കണം. നിങ്ങളുടെ കൺമുൻപിലാണ് അങ്ങനെയുള്ള ഒരു ആക്രമണം നടന്നത്. ആ ഒരു പ്രതികളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ തല വെട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു തലയാണെങ്കിൽ പോട്ടേന്ന് വിൽക്കണം. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ആ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിട്ടാണല്ലോ അംഗത്വം എടുക്കുന്നത്. അതാണല്ലോ നിങ്ങൾ പുറത്ത് ഒച്ചത്തിൽ മാസമായിട്ട് പറയുന്ന ഒരു രാഷ്ട്രീയം. അപ്പോൾ ആ ഒരു ആർജവം കാണിക്കണം. പ്രതികളെ പിടിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുമെങ്കിലും ചെയ്യുക. പ്രതികളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പോസ്റ്റുകൾ ഇടുക. കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. കുറച്ചെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു ആർജവവും ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വളരെ ഗുരുതരമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ശരീരത്തിൽ പല ഭാഗത്തും ക്ഷതമേറ്റ പാടുകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പ്രത്യേകിച്ച് നെഞ്ചിന്റെ ഭാഗത്തും വയറിന്റെ ഭാഗത്തും കണ്ടെത്തിയ പാടുകൾ ഒന്നുകിൽ കാൽപാദം കൊണ്ട് ചവിട്ടിയിട്ടുണ്ടായതാണ്, അല്ലെങ്കിൽ തള്ളവിരൽ കൊണ്ടുണ്ടായ മർദ്ദനം കൊണ്ട് ഏറ്റതാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വയറുകൊണ്ട് അടിച്ചതിന്റെയും മർദ്ദിച്ചതിന്റെയും പാടുകളുണ്ട് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശരീരത്തിൽ പലയിടത്തും ക്ഷതമേറ്റിട്ടുണ്ട്, കാര്യമായ പരിക്കുകളുണ്ട്. ഈ പരിക്കുകൾക്കെല്ലാം 2-3 ദിവസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അത് ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി ഉണ്ടായതാണ്, റാഗിങ്ങിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നുള്ള ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെല്ലാം. കോളേജിലെ കുറച്ച് അധ്യാപകർ, 1-2 അധ്യാപകരും തോന്നുന്നു, കാർഡിലൂടെയൊക്കെ ഇറങ്ങി അവരാരും കാണാതെ ഒളിച്ച് ഒരു കുറേ നമ്പർ കൊണ്ടുവന്ന് നമ്മളെ ബന്ധുക്കൾക്കെല്ലാം കൊടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണം രാത്രി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മറിഞ്ഞു പോവുകയും. യാത്ര തുടർന്ന് രാത്രിയൊക്കെ എത്തിയപ്പോൾ തിരിച്ച് ഇവരെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ പിക്ചർ നമ്മൾ വെളിയിൽ വന്നു തുടങ്ങിയത്. ഇത്രയും വലിയ മൃഗീയമായ ഒരു ഇതാണ് നടന്നതെന്ന്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, 16-ാം തീയതി മടങ്ങിപ്പോയെന്ന് പറഞ്ഞല്ലോ, തിരിച്ച് 15-ാം തീയതി വന്നവൻ രാത്രി എറണാകുളത്ത് ഇറങ്ങി മടങ്ങിപ്പോയി. 16-ാം തീയതി അവിടെ എത്തിയത് മുതൽ ഇവനെ പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നും, ഇവൻ സിദ്ധാർത്ഥനെ ഇവർ പാറപ്പുറത്തെന്തോ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അവിടെ ഒരു കുന്നുപുറം ഈ സീനിയേഴ്സും അവൻ്റെ ക്ലാസ്മേറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. കൊണ്ടുപോയി പീഡിപ്പിക്കുകയും വാട്ടർ ടാങ്കിൻ്റെ ലെവലിലെന്തോ അവിടെ ഇട്ടടിച്ചു. പിന്നെ 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ നടത്തി. അത് പുറമെ വിവസ്ത്രനാക്കി അടിച്ചു. 2 ബെൽറ്റ് മുറിയണവർ അടിച്ചു എന്നാണ് പറയുന്നത്. 100-ലധികം കുട്ടികളുള്ളൊരു ഹോസ്റ്റലിലാണ് ഈ 3 ദിവസം നീണ്ട മർദ്ദനം നടന്നത്. 3 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ഇട്ട് മർദ്ദിച്ചു എന്നൊക്കെയാണ് കേൾക്കാൻ കഴിയുന്നത്. നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ഒരിക്കലും ഈ ഒരു നാട്ടിൽ ഉണ്ടാവില്ല എന്ന് കരുതിയ ഒരു ക്രൂരമായിട്ടുള്ള നടപടിയാണ്. അതും കുട്ടികളുടെ ഭാഗത്തു നിന്നാണ്. കുട്ടികൾ എന്നൊക്കെ എങ്ങനെയാണ് അവർ വിളിക്കുന്നത്? ഒരു പാർട്ടിയുടെ എന്തെങ്കിലും ബലമുണ്ട് എന്നുണ്ടെങ്കിൽ, സംഘടനാ ബലമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ക്രൂരതയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് വരുന്നത്? അതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഇവിടെയുള്ള ഭരണ നേതൃത്വമാണ്. അന്ന് DYFIക്കാരുടെ അട്രോസിറ്റീസ് നമ്മൾ കണ്ടതാണ്, നവകേരള സദസ്സിനോട് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ SFIക്കാർ പലപ്പോഴും പല കാര്യമുള്ള സമരത്തിനും ഇറങ്ങുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ക്രൂരതകൾക്ക് നേരെ അവർ കണ്ണടയ്ക്കുന്നത് നമുക്ക് ഒട്ടും അനുവദിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ജാതി അധിക്ഷേപം വെച്ചിട്ടുള്ള തെറികൾ, റേപ്പ് ത്രെട്ടുകളൊക്കെ ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന SFIക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പല സംഭവങ്ങളും പല കോളേജുകളിലും ഉണ്ടാവാറുണ്ട്. എന്തിനാണ് ഇവറ്റകൾക്ക് ഇത്ര ധാർഷ്ട്യം എന്നുള്ളത് എനിക്കറിയില്ല. എവിടെ നിന്നാണ് ഈ ധാർഷ്ട്യം വരുന്നത്? എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ന്യായീകരണമായിട്ട് കുറേ എണ്ണം വന്നിട്ട് അങ്ങോട്ട് മെഴുകും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു കോളേജിൽ SFIയിൽ അംഗത്വം എടുത്തിട്ടുള്ള പകുതിയിൽ കൂടുതൽ എണ്ണവും ഒരു നിലപാടും ഇല്ലാത്ത, ഒരു രാഷ്ട്രീയമില്ലാത്ത വെറും മൊണ്ണകളാണ്. അങ്ങനെയുള്ളതുങ്ങളാണ് ഈ പറയുന്ന ആക്രമണവും പരിപാടിയൊക്കെ കാണിക്കുന്നത്. അതുങ്ങൾക്ക് നേരെ നിൽക്കാനായിട്ടുള്ള ഒരു ശേഷിയില്ല, അല്ലെങ്കിൽ നേരെ നിന്ന് അഭിപ്രായം പറയാനായിട്ടോ ഒരു തെറ്റിനെതിരെ വിരൽ ചൂണ്ടാനായിട്ടുള്ള ശേഷിയൊന്നുമില്ല. അപ്പം അതുങ്ങൾക്ക് തന്നെ ഒന്ന് നേരെ നിന്ന് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ പിൻബലം വേണം.
അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ മെക്കിട്ട് കയറാനായിട്ടുള്ള ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം അംഗത്വം എടുത്ത് നടക്കുന്ന കുറേയധികം ഫ്രോഡുകളാണ് ഇതിനകത്ത് നടക്കുന്ന മെയിൻ ടീമുകൾ. അപ്പോൾ ഈ ബാക്കിയുള്ള ഒരു 20% കുട്ടികളുണ്ടല്ലോ, നല്ല ആർജവമുള്ള നിലപാടുള്ള കുട്ടികൾ, അതുങ്ങളോട് വലിയ ബഹുമാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എണ്ണം പോലും ഇതുങ്ങൾക്കെതിരെ ഒന്നും മിണ്ടുകയല്ല. കോളേജ് ഇലക്ഷനുകളിൽ SFIയുടെ കാൻഡിഡേറ്റുകളിൽ മുഖ്യമായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരു പാഴനായിരിക്കും. അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അത്രയധികം ഈ പറയുന്ന ആൺമേൽക്കോയ്മയൊക്കെ ഉള്ള, ചുമ്മാ ഷോ ഓഫിന് അല്ലെങ്കിൽ ചുമ്മാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി 2 സ്ത്രീകളെ വെക്കുന്ന തരത്തിലുള്ള വെറും പിന്നോക്ക ചിന്താഗതി ഉള്ളവന്മാരൊക്കെയാണ് പല കോളേജുകളിലും SFI എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട സംഗതിയൊന്നുമില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾ പിള്ളേരല്ലേ, തുടക്കമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ചു വരുന്നത് എന്ന് പറഞ്ഞാലും ഈ ആൾക്കൂട്ട വിചാരണ, ആക്രമണം, മർദ്ദനം ഇതൊന്നും അനുവദിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. എല്ലാത്തിനും പിടിച്ച് ജീവിതകാലം മുഴുവൻ ജയിലിലിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക, തൂക്കിക്കൊല്ലാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അതും ചെയ്തോളുക എന്നുള്ളൊരു നിലപാടിലേക്ക് നമുക്ക് തോന്നിപ്പോകും. അത്ര മർദ്ദനമാണ്. മനുഷ്യത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു കണിക ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവറ്റകളിൽ ഒരെണ്ണത്തിന് അവിടെ നടക്കുന്ന മർദ്ദനം പുറത്തു പറയാനായിട്ട് തോന്നിയേനെ. അതില്ല. അല്ലെങ്കിൽ സ്വന്തം ജീവൻ ഈ പറയുന്ന പ്രബലന്മാരെടുക്കുമെന്നുള്ള പേടി ഉള്ളതുകൊണ്ട് മിണ്ടാതിരുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ളതുങ്ങളെ ഒന്നും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് കിട്ടിയിട്ട് ഒരു ഗുണവുമില്ല. അങ്ങനെയുള്ള പിള്ളേരെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിനോ കിട്ടിയിട്ട് ഒരു ഗുണവുമില്ല. പൂക്കോട് വെറ്റിനറി കോളേജ് ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അവിടെയുള്ള ആ ഒരു കുട്ടികളുടെ ആർജവമില്ലായ്മയും അവിടെയുള്ള ആ ഒരു ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവും ഒക്കെ എന്നും ഓർമ്മയിലുണ്ടാവും. ഇത് ഓരോ ആളുകളുടെ മനസ്സിലുണ്ടാവും. കോളേജിന് അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ചീത്തപ്പേരാണിത്. ചീത്തപ്പേരെന്നുള്ളതല്ല, നിങ്ങൾ ആ ഒരു രക്തത്തിൽ പങ്കുള്ള ആളുകളാണ്, ഒരു കൊലപാതകത്തിൽ പങ്കുള്ള ആളുകളാണ്. അധ്യാപകർ, സുഹൃത്തുക്കൾ, കുറേയധികം ആളുകൾ കേസിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു എന്നറിയാനായിട്ട് കഴിഞ്ഞു. വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് വലിയ കാര്യം. എന്നാലും ഇത് കാലങ്ങളായിട്ട് തുടരുന്ന ഒരു രീതിയാണ്. അവിടെ സ്ഥിരമായിട്ട് പരസ്യ വിചാരണ നടക്കാറുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള അധ്യാപകരടക്കം ഇതിനകത്ത് കുറ്റക്കാരാണ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. കൂടുതൽ പറയുന്നില്ല. ഇന്നലെ വൈകിട്ട് ആ ഒരു അമ്മയുടെ കരച്ചിലുണ്ടല്ലോ, അമ്മയുടെ കരച്ചിൽ, അദ്ദേഹത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റിയില്ല. ഇതെല്ലാവരിലേക്കും എത്തട്ടെ, എല്ലാ ആളുകളും അറിയട്ടെ. പൂക്കോട് വെറ്റിനറി കോളേജിലെ SFIയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഏതെങ്കിലുമൊക്കെ ജോലിയിലേക്കോ നമ്മുടെയൊക്കെ സൗഹൃദങ്ങളിലേക്കോ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി.